നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരാൻ ഇനിയും ആഴ്ചകൾ മാത്രം ശേഷിക്കെ തന്നെ ഇപ്പോഴും കോൺഗ്രസിനുള്ളിൽ നാടകീയമായ സംഭവ വികാസങ്ങളാണ് അരങ്ങേറുന്നത്. മുഖ്യമന്ത്രി കസാരയെ ചൊല്ലിയുള്ള അടിയൊന്നും ഇവിടം കൊണ്ട് തീരുന്നില്ല എന്നതാണ് സമീപ ദിവസങ്ങളിലായി തന്നെ പുറത്തുവരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത്. മാത്രമല്ല, കേരളം ആര് ഭരിക്കുന്നു അല്ലെങ്കിൽ ആര് വാഴും ആര് വീഴും എന്നതിൽ ഇപ്പോഴും ഈ ഫലം പുറത്തുവരാൻ എല്ലാവരും കാത്തു നിൽക്കെ തന്നെയാണ് കോൺഗ്രസിനുള്ളിൽ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറികൾ ഇവിടെ രൂക്ഷമാകുന്നത്. ഇപ്പോൾ കോൺഗ്രസ് നേതാവായ കെ സുധാകരൻ ആകട്ടെ ഒരു ആറ്റം ബോംബ് തന്നെയാണ് ഇവിടെ പൊട്ടിച്ചിരിക്കുന്നത്. അദ്ദേഹം പങ്കുവച്ചൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ വലിയ രീതിയിലുള്ള വിവാദങ്ങൾക്കും കോൺഗ്രസിനുള്ളിൽ തന്നെ വലിയ അതൃപ്തിക്കും കാരണമായി തന്നെ വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതായത് കെ സുധാകരൻ പോസ്റ്റിലൂടെ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയായിരുന്നു. കേരളം ഇനി KC നയിക്കട്ടെ എന്നതാണ്. അതായത് KC വേണുഗോപാൽ കേരളം നയിക്കട്ടെ എന്നതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇതിപ്പോൾ കോൺഗ്രസിന്റെ വലിയ രീതിയിൽ അവിടെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും മാത്രമല്ല, മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് KC വേണുഗോപാലിനെ പിന്തുണച്ച കെ സുധാകരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതായി തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. സുധാകരന്റെ പോസ്റ്റിൽ MP-മാരിൽ പലർക്കും അവിടെ അതൃപ്തി ഉണ്ടെന്നും ഇക്കാര്യം ഹൈക്കമാൻഡ് നേതാക്കളെ MP-മാർ അറിയിച്ചേക്കും എന്ന സൂചനയാണ് പുറത്തു വന്നിരിക്കുന്നത്. കോൺഗ്രസിൽ മുഖ്യമന്ത്രി ചർച്ച കത്തിക്കയറുന്നതിനിടയിലാണ് കേരളം KC നയിക്കട്ടെ എന്ന ആഹ്വാനവുമായി KC വേണുഗോപാലിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ശക്തമായി പിന്തുണച്ചുകൊണ്ട് കെ സുധാകരൻ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവയ്ക്കുന്നത്. കേരളത്തിന് വേണ്ടത് KCയെ പോലെ ദീർഘദർശിനിയായ നേതാവിനെയാണ് എന്നതാണ് സുധാകരന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത്. കെ കരുണാകരനിൽ തുടങ്ങി കോൺഗ്രസിന്റെ മഹാനേതാക്കളുടെ പാത പിന്തുടർന്ന് കേരള രാഷ്ട്രീയത്തിന്റെ മുടിചൂടാ മന്നനായി തന്നെ ഉയരാൻ KCക്ക് കഴിയുമെന്നതാണ് പോസ്റ്റിൽ സുധാകരൻ അദ്ദേഹത്തെ വാനോളം പുകഴ്ത്തിക്കൊണ്ട് വ്യക്തമാക്കുന്ന കാര്യങ്ങൾ. പോസ്റ്റിന് താഴെ VD സതീശനെ പിന്തുണച്ച് കമന്റുകൾ വന്നതോടുകൂടി തന്നെ പിന്നീട് ഈ കമന്റുകൾ ഇടുന്നതിന് വലിയ നിയന്ത്രണം ഏർപ്പെടുത്തുകയാണ് ചെയ്തത്. മാത്രമല്ല, ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധിയുടെ വിശ്വസ്തരായി തന്നെ നിർണായക ചുമതലകൾ നിർവഹിക്കുമ്പോഴും കേരള രാഷ്ട്രീയത്തിൽ വേണുഗോപാലിന്റെ സാന്നിധ്യം എത്രത്തോളം അനിവാര്യമാണ് എന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് തെളിയിച്ചതായി തന്നെ ഇവിടെ സുധാകരൻ ചൂണ്ടിക്കാട്ടുകയാണ് ചെയ്തിരിക്കുന്നത്. താഴെ തട്ടിലുള്ള പ്രവർത്തകരെ ഉയർത്തുവാനും സ്ഥാനാർത്ഥികൾക്ക് ആത്മവിശ്വാസം പകരുവാനും അദ്ദേഹത്തിന് കഴിയുന്നതായും കെ കരുണാകരൻ, അതേപോലെ തന്നെ AK ആന്റണി, ഉമ്മൻചാണ്ടി തുടങ്ങിയ മഹാരഥന്മാരായ നേതാക്കളുടെ പാത പിന്തുടർന്ന് കേരളത്തെ നയിക്കാൻ KC വേണുഗോപാലിന് സാധിക്കുമെന്ന ആത്മവിശ്വാസം പ്രവർത്തകർക്കിടയിൽ പോലും ശക്തമാണ് എന്നും ഈ പോസ്റ്റിലൂടെ കെ സുധാകരൻ വ്യക്തമാക്കുന്നുണ്ട്. മാത്രമല്ല, ഒരു നേതാവിന്റെ മഹത്വം പദവികളിലല്ല പ്രവർത്തന പാരമ്പര്യത്തിലാണ് എന്നും താഴെ തട്ടിൽ നിന്ന് വളർന്നു വരുന്ന KCക്ക് മാത്രമേ പ്രവർത്തകരുടെ മനസ്സറിയാൻ കഴിയൂ എന്നതും ഇവിടെ എടുത്തു പറയുന്നുണ്ട്. പ്രതിസന്ധികളിലെ ഉറച്ച നിലപാടും പ്രവർത്തകരോടുള്ള ആ ഒരു വിനയവുമാണ് അദ്ദേഹത്തെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത്. വെറും ഒരു നേതാവ് എന്നതിലുപരിയായി തന്നെ പ്രവർത്തകരുടെ ആ ഒരു സഹയാത്രികനായി നിൽക്കാൻ കഴിയുന്നതാണ് അദ്ദേഹത്തിന്റെ കരുത്തെന്നും ദേശീയ നേതൃത്വത്തിന്റെ കരുത്തു പകരുന്നത് അതേപോലെ തന്നെ കേരളത്തിലെ ജനങ്ങളെയും പ്രവർത്തകരെയും അവിടെ പ്രചോദിപ്പിച്ചുകൊണ്ട് നാളെയും ഭരണത്തിന് ദിശാബോധം നൽകാൻ KC വേണുഗോപാലിന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടാണ് ഈ ഒരു പോസ്റ്റ് സുധാകരൻ അവസാനിപ്പിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.